9th Standard Physics Chapter 3 Laws of Motion. Let's assess questions number 8 to 12. 8th question. The velocity time graph of a body of mass 250 gram moving on a surface is given. Calculate the force of friction exerted by the surface. എന്താണ് നമുക്ക് ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. ഇനി ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ് നമുക്കറിയാം. എന്താണ് എഫ് ഈക്വൽ ടു എം എ അല്ലേ, അല്ലെങ്കിൽ വേറെ എന്താ പറഞ്ഞിരിക്കുന്നത് എം ഇൻറ്റു വി മൈനസ് യു ബൈ ടി അല്ലേ. ഇതിലേത് വേണമെങ്കിലും യൂസ് ചെയ്യാം അല്ലേ. അപ്പോൾ നമുക്ക് ഇനി എന്തൊക്കെയാണ് ഇതിലേക്ക് ആവശ്യമുള്ളത് തന്നിട്ടുള്ളത് നോക്കാം. ക്വസ്റ്റ്യനിൽ എന്തൊക്കെ തന്നിട്ടുണ്ട്. 250 ഗ്രാം എന്താണ് മാസ് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് മാസ് 250 ഗ്രാമിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിനെ എന്തിലേക്ക് മാറ്റണം, കിലോഗ്രാമിലേക്ക് മാറ്റണം. അപ്പോൾ എങ്ങനെയാണ് കിലോഗ്രാമിലേക്ക് മാറ്റുന്നത്, 250/1000 അല്ലേ. 250/1000 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 0.25 kg എന്ന് കിട്ടി. ഓക്കെ, നെക്സ്റ്റ് ഇനി നമുക്ക് എന്താ തന്നിരിക്കുന്നത് നോക്കാം. ഇവിടെ ഗ്രാഫിൽ എന്താണ് വെലോസിറ്റി അല്ലേ. വെലോസിറ്റി എത്രയാണ്, ഇവിടെ സ്റ്റാർട്ടിങ് എത്രയാണ്, 6 m/s ആണ് അല്ലേ. അപ്പോൾ അതെന്താണ് ഇനീഷ്യൽ വെലോസിറ്റി ആണ് അല്ലേ. u = 6 m/s. അപ്പോൾ ഇതാണ് എന്ത് ഇനീഷ്യൽ വെലോസിറ്റി വരുന്നത്. ഇനി നെക്സ്റ്റ് എന്താ, ഇവിടെ അവസാനിക്കുന്നത് എത്രയിലാണ് അവസാനിക്കുന്നത്, 0-യിലാണ് അല്ലേ അവസാനിക്കുന്നത്. അപ്പോൾ ഇതെന്താണ് ഫൈനൽ വെലോസിറ്റി ആയിരിക്കും അല്ലേ. അപ്പോൾ v = 0. ഇതാണ് എന്ത് ഫൈനൽ വെലോസിറ്റി വരുന്നത്. ഇനി എന്താ ടൈം അല്ലേ. ടൈം തന്നിട്ടുണ്ട് സെക്കൻഡ്സിലാണ്. എത്ര സെക്കൻഡ്സ് ആണ് സഞ്ചരിക്കുന്നത്, 12 സെക്കൻഡ്സ്. അപ്പോൾ t = 12 സെക്കൻഡ്സ്. ഓക്കെ, ഇനി നമുക്ക് ഫോർമുലയിലേക്ക് അപ്ലൈ ചെയ്യാം. എഫ് ഈക്വൽ ടു എന്താണ് മാസ് നമുക്ക് എത്രയാണ് 0.25 kg അല്ലേ, ഇൻറ്റു യു വി എത്രയാണ് 0 ആണ് അല്ലേ. 0 മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി 6 ആണ്. അപ്പോൾ 6/12 എന്ന് കിട്ടി അല്ലേ. അപ്പോൾ 0.25 ഇൻറ്റു 0 - 6 -6/12 എന്നായി. ഇനി ഇവിടെ 6 12ൽ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ എത്ര കിട്ടും, ഇവിടെ 2 വന്നു അല്ലേ. അപ്പോൾ 0.25 മൈനസ് ഉണ്ട് അല്ലേ ഇവിടെ, -0.25/2 എന്നായി. ഇനി ഇതിൻ്റെ ഡെസിമൽ പോയിന്റ് കളയണമെങ്കിൽ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ. ഇവിടെ 100 കൊണ്ട് ചെയ്യുമ്പോൾ ഡിനോമിനേറ്ററിലും 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. അപ്പോൾ നമുക്ക് എത്ര കിട്ടും, -25/200 എന്നായി. ഇനി ഇതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ അല്ലേ, 25നെ 200 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, -0.125 n എന്ന് കിട്ടി. 9th question. A body of mass 500 gram moves with a velocity of 40 m/s അല്ലേ. എന്താണ് 500 ഗ്രാം അല്ലേ, 500 ഗ്രാം മാസമുള്ളൊരു വസ്തു എന്താണ് 40 m/s വെലോസിറ്റിയിലാണ് ചലിക്കുന്നത് അല്ലേ. ഓൺ അപ്ലൈയിങ് എ ഫോഴ്സ് 4 സെക്കൻഡ് എന്താണ് 4 സെക്കൻഡ് സമയത്തേക്ക് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തു അല്ലേ, പ്രയോഗിച്ചു. അപ്പോൾ അതിൻ്റെ വെലോസിറ്റി ചേഞ്ചസ്, വെലോസിറ്റി എത്രയായിട്ട് മാറി, 80 m/s ആയിട്ട് മാറി. അങ്ങനെയാണെങ്കിൽ ഫോഴ്സ് അപ്ലൈഡ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്, മാസ് 500 ഗ്രാം തന്നിട്ടുണ്ട് അല്ലേ. നമ്മൾ അതിനെ എന്തിലേക്ക് മാറ്റണം, കിലോഗ്രാമിലേക്ക് മാറ്റണം അല്ലേ. പിന്നെ എന്താ തന്നിരിക്കുന്നത്, മോസ് വിത്ത് വെലോസിറ്റി 40 m/s വേഗത്തിലാണ് തുടങ്ങിയിരിക്കുന്നത് അല്ലേ. അപ്പോൾ അതെന്താണ്, യു ഇനീഷ്യൽ വെലോസിറ്റി ആണ് അല്ലേ. ദെൻ 4 സെക്കൻഡിലേക്ക് ഒരു ഫോഴ്സ് പ്രയോഗിച്ചപ്പോൾ വെലോസിറ്റി ചേഞ്ച് ആയി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെന്താണ് ഫൈനൽ വെലോസിറ്റി വി ആണ് അല്ലേ. വി 80 m/s വന്നു. അപ്പോൾ അവിടുത്തെ ടൈം എത്രയാണ്, 4 സെക്കൻഡ്സ് ആണ് ടൈം വരുന്നത്. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, ഫോഴ്സ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല അറിയാം. എന്നിട്ടാ F = m × v - u/t അല്ലേ, ഈക്വൽ ടു എന്താണ് മാസ് എത്രയാണ് വരുന്നത്, കിലോഗ്രാമിലേക്ക് മാറ്റുമ്പോൾ 0.5 വന്നിട്ടുണ്ട് അല്ലേ. 0.5 ഇൻറ്റു വി എത്രയാണ് 80 m/s മൈനസ് യു എത്രയാണ് 40 m/s /t4 അല്ലേ. ഇനി അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എത്ര കിട്ടും, 0.5 ഇൻറ്റു 80 - 40 40 അല്ലേ /4. ഇനി 0. ഇവിടെ എന്താവും, ഈ 4 40ൽ കട്ട് ചെയ്ത് പോകില്ല, ഇവിടെ 10 കിട്ടി. അപ്പോൾ 0.5 ഇൻറ്റു 10 എത്ര വരിക, 5 എന്ന് ആൻസർ കിട്ടും. 10th question. A person of mass 50 kg runs with a velocity of 8 m/s and makes a long jump. Another person of mass 60 kg makes the jump with a velocity of 7 m/s. Compare their momenta. എന്താ പറഞ്ഞിരിക്കുന്നത്, 2 വ്യക്തികളുടെ തന്നിട്ടുണ്ട് അല്ലേ. അവരുടെ മൊമെൻറ്റാസ് കമ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്, എന്താണ് എ പേഴ്സൺ ഓഫ് മാസ് 50 kg റൺസ് എങ്ങനെ പറഞ്ഞിരിക്കുന്നത്, 50 കിലോഗ്രാം മാസുള്ള ഒരു വ്യക്തി
വ്യക്തി എന്താണ് റൺസ് വിത്ത് വെലോസിറ്റി 8 മീറ്റർ പെർ സെക്കൻഡ്. എന്താണ് 8 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയിൽ ഓടി വന്ന് മേക്സ് എ ലോങ് ജമ്പ്, ചാടുന്നു അല്ലേ. അനദർ പേഴ്സൺ ഓഫ് മാസ് 60 kg, എന്താണ് 60 കിലോഗ്രാം മാസുള്ള വേറൊരു വ്യക്തി മേക്സ് ദ ജമ്പ് വിത്ത് വെലോസിറ്റി 7 മീറ്റർ പെർ സെക്കൻഡ്. എന്താണ് 7 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയിലാണ് ഓടി വന്ന് ചാടുന്നത്. ഇവരുടെ എന്താണ് മൊമെൻറ്റാസ് താരതമ്യം ചെയ്യണം അല്ലേ. അപ്പോൾ എങ്ങനെയാണ് മൊമെൻറ്റാസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല നമുക്കറിയാം അല്ലേ. എന്താണ് ഇവിടെ തന്നിരിക്കുന്നത് അല്ലേ, എന്താണ് MV ആണ് അല്ലേ. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് എന്താ, മാസ് തന്നിട്ടുണ്ട്, ദെൻ വെലോസിറ്റി Vയും തന്നിട്ടുണ്ട് അല്ലേ. ഇവിടെ ആദ്യത്തെ ആളുടെ മാസ് എത്ര തന്നിരിക്കുന്നത്, M1 എന്ന് പറയുന്നത് 50 kg ആണ്. ഇനി ആളുടെ വെലോസിറ്റി V1 ഈക്വൽ ടു 8 മീറ്റർ പെർ സെക്കൻഡ് ആണ് അല്ലേ. ഇനി രണ്ടാമത്തെ ആളുടെ മാസ് എന്ന് പറയുന്നത് M2 60 kg ആണ്. ദെൻ ആളുടെ വെലോസിറ്റി എന്ന് പറയുന്നത് V2 7 മീറ്റർ പെർ സെക്കൻഡ് ആണ് അല്ലേ. ഇനി മൊമെൻ്റ് ഓഫ് ഫസ്റ്റ് പേഴ്സൺ അല്ലേ, P1 എന്ന് കൊടുത്തു, ഈക്വൽ ടു എന്താണ് ഫോർമുല, M1 V1 അല്ലേ. മൊമെൻറ്റം കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല ഈക്വൽ ടു എത്രയാണ്, ആദ്യത്തെ ആളുടെ M50 × 8 ഈക്വൽ ടു 400 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടി. ഇനി സെക്കൻഡ് പേഴ്സൻ്റെ മൊമെൻ്റ് എന്ന് പറയുന്നത് എന്താണ്, M2 V2 M2 60 × V2 എന്ന് പറയുന്നത് 7 ആണ്. അപ്പോൾ 60 × 7 420 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടി. ഇനി ഇത് കമ്പയർ ചെയ്യുമ്പോൾ എന്താ പ്രത്യേകത, എന്ത് സെക്കൻഡ് പേഴ്സൻ്റെ മൊമെൻ്റ് ആണ് കൂടുതലായിട്ടുള്ളത് അല്ലേ. അപ്പോൾ എങ്ങനെ എഴുതാം, therefore P2 greater than P1. 11th question, calculate the force required to stop a vehicle of mass 14,000 kg by applying a retardation of 1.8 meter per second square. എന്താ പറഞ്ഞിരിക്കുന്നത്, അതായത് 14,000 കിലോഗ്രാം മാസുള്ള ഒരു വെഹിക്കിളിന് എന്താണ് നിർത്താൻ വേണ്ടിയിട്ട് അല്ലേ, സ്റ്റോപ്പ് ചെയ്യാനായിട്ട് വരുന്ന ഫോഴ്സാണ് അല്ലേ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇനി അതെങ്ങനെയാണ് നിർത്തുന്നത്, ബൈ അപ്ലൈയിങ് റീടാർഡേഷൻ. എങ്ങനെയാണ്, അതായത് 1.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ റീടാർഡേഷൻ അല്ലേ. അതായത് സ്പീഡ് കുറഞ്ഞു വരുന്നതിനാണ് നമ്മൾ റീടാർഡേഷൻ എന്ന് പറയുക അല്ലേ. അപ്പോൾ അത് അപ്ലൈ ചെയ്തിട്ട് നിർത്താൻ വേണ്ടി വരുന്ന ഫോഴ്സാണ് നമുക്കിവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ ഇവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്, നമുക്ക് മാസ് M തന്നിട്ടുണ്ട്, 14,000 തന്നിട്ടുണ്ട് അല്ലേ. ഇനി റീടാർഡേഷൻ ആണ് അത് പറഞ്ഞിരിക്കുന്നത്. ആക്സിലറേഷനെ നമ്മൾ A എന്ന് പറഞ്ഞിട്ട് കൊടുക്കാറുണ്ട് അല്ലേ. ഇനി റീടാർഡേഷൻ ആണെങ്കിൽ എന്താണ് പ്രത്യേകത, ഈ 1.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് പറയുന്നത്, റീടാർഡേഷൻ എന്ന് പറയുമ്പോൾ സ്പീഡ് കുറഞ്ഞു വരുന്നതാണല്ലോ. അപ്പോൾ എന്ത് വരും, -1.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് വരും. നമ്മുടെ ഫോർമുല എന്താണ്, ഫോഴ്സിൻ്റെ F ഈക്വൽ ടു MA ഈക്വൽ ടു M × V - U/T. നമുക്കിവിടെ ആക്സിലറേഷനാണ് തന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ഏത് ഫോർമുല എടുക്കണ്ടോ, F ഈക്വൽ ടു MA എന്ന് എടുത്താൽ മതി അല്ലേ. ഈക്വൽ ടു M എത്രയാണ്, 40,000 kg ആണ്. അപ്പോൾ 40,000 × റീടാർഡേഷൻ ആയതുകൊണ്ട് 1.8 എന്നുള്ളത് എന്താവും, -1.8 എന്ന് വരും അല്ലേ. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് ആൻസർ കിട്ടുക, -25,200 N എന്നതാണ് നമ്മളുടെ എന്ത് ഫോഴ്സ് വരുന്നത്. 12th question, a force is applied on a body of mass 20 kg for 2 seconds and its velocity changes from 10 meter per second to 50 meter per second. എന്താ പറഞ്ഞിരിക്കുന്നത്, 20 കിലോഗ്രാം മാസുള്ള ഒരു വസ്തു അല്ലേ, വസ്തുവിൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തപ്പോൾ എത്ര സമയത്തേക്ക്, 2 സെക്കൻഡ്സ് സമയത്തേക്ക് അല്ലേ, 2 സെക്കൻഡ് സമയത്തേക്ക് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തപ്പോൾ അതിൻ്റെ വെലോസിറ്റി 10 മീറ്റർ പെർ സെക്കൻഡിൽ നിന്നും 50 മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് മാറി അല്ലേ. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്, ദ സെയിം ഫോഴ്സ്, ഇതിന് എത്രയായിരുന്നോ ഫോഴ്സ് അല്ലേ, അതേ ഫോഴ്സ് തന്നെ വേറെ ഒരു ബോഡിയിലേക്ക് അല്ലേ, മാസ് ഓഫ് 10 kg അല്ലേ, 10 കിലോഗ്രാം മാസുള്ള വേറൊരു വസ്തുവിലേക്ക് പ്രയോഗിച്ചപ്പോൾ മൂവിങ് വിത്ത് എ വെലോസിറ്റി ഓഫ് 20 മീറ്റർ പെർ സെക്കൻഡ് ഫോർ 2 സെക്കൻഡ്സ്. എന്താ പറഞ്ഞിരിക്കുന്നത്, ഇതേ ബലം 10 kg മാസുള്ള 20 മീറ്റർ പെർ സെക്കൻഡ് പ്രവേഗത്തിൽ വെലോസിറ്റിയിൽ ചലിക്കുന്ന ഒരു വസ്തുവിലേക്ക് പ്രയോഗിച്ചു. എത്ര സമയത്തേക്ക്, 2 സെക്കൻഡ്സിലേക്ക് പ്രയോഗിക്കും അല്ലേ. ഇവിടെ എന്നിട്ട് എന്താ ചെയ്തിരിക്കുന്നത്, കാൽക്കുലേറ്റ് ദ ഫൈനൽ വെലോസിറ്റി. ഇവിടുത്തെ ഫൈനൽ വെലോസിറ്റി എത്രയായിരിക്കും അല്ലേ, പ്രയോഗിച്ചപ്പോൾ എന്തായി, 10ൽ നിന്ന് 50 ആയി മാറി. ഇവിടെ 20 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയിലേക്ക് മൂവ് ചെയ്തിരുന്ന ഒരു വസ്തുവിലേക്ക് 2 സെക്കൻഡ്സ് ഇതേ ഫോഴ്സ് തന്നെ അപ്ലൈ ചെയ്തപ്പോൾ അതിൻ്റെ ഫൈനൽ വെലോസിറ്റി എത്രയായിരിക്കും എന്നാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം,
ഇവിടുത്തെ ഫോഴ്സ് കണ്ടുപിടിക്കണം അല്ലേ. ആദ്യത്തെ വസ്തുവിൽ എത്ര ഫോഴ്സാണ് അപ്ലൈ ചെയ്തതെന്ന് കണ്ടുപിടിക്കണം. അതേ ഫോഴ്സ് തന്നെയാണ് ഇവിടേക്ക് ഈ രണ്ടാമത്തെ വസ്തുവിലേക്കും പ്രയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തേതിൽ എന്തൊക്കെ തന്നിട്ടുണ്ട്? മാസ് തന്നിട്ടുണ്ട് അല്ലേ. ആദ്യത്തെ വസ്തുവിൻ്റെ M1 തന്നിട്ടുണ്ട്, 20 kg തന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ T എത്രയാണ്? 2 seconds തന്നിട്ടുണ്ട്. ഇനി ചേഞ്ചസ് ഫ്രം 10 m/s to 50 m/s എന്ന് പറയുമ്പോൾ എന്താണത്? ഇനീഷ്യൽ വെലോസിറ്റിയും ഫൈനൽ വെലോസിറ്റിയും അല്ലേ, യുവും വിയും തന്നിട്ടുണ്ട്. അപ്പോൾ ഫോഴ്സ് കാണാനുള്ള ഫോർമുല എന്താണ്? ഫോഴ്സ് ഈക്വൽ ടു M × V - U/T അല്ലേ. M എന്ന് പറയുന്നത് എത്രയായിരുന്നു? 20 kg ആണ് അല്ലേ. ആദ്യത്തെ വസ്തുവിൻ്റെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. 20 × V എന്ന് പറയുന്നത് എത്രയായിരുന്നു? 50 - U എന്ന് പറയുന്നത് 10 അല്ലേ /2 ഈക്വൽ ടു 50 - 10 എന്ന് പറയുന്നത് 40 അല്ലേ. അപ്പോൾ 20 × 40/2 എത്രയാണ്? 80 എത്ര വരുന്നത്? 800/2 ഈക്വൽ ടു 400 N എന്നാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഫോഴ്സ് കിട്ടുന്നത്. ആദ്യത്തെ വസ്തുവിലേക്ക് പ്രയോഗിക്കുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് 400 N എന്ന് കിട്ടി. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് എന്താ? അടുത്ത വസ്തുവിലും ഇതേ ഫോഴ്സ് തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത് അല്ലേ. അതിൻ്റെ നമുക്ക് എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? അതായത് നമുക്കിവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്താ? ഫൈനൽ വെലോസിറ്റി അല്ലെങ്കിൽ V2 ആണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അല്ലേ. നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? M2 10 kg മാസ് ഉള്ളതാന്ന് പറഞ്ഞിട്ടുണ്ട്, 10 kg തന്നു. ഇനി ഇനീഷ്യൽ വെലോസിറ്റി അത് എത്രയിലാണ് മൂവ് ചെയ്തിരുന്നത്? 20 m/s എത്ര സമയത്തേക്കാണ്? T2 എന്ന് പറയുന്നത് 2 സെക്കൻഡിലാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഇനി ഇതിലേക്ക് നമ്മുടെ ഫോർമുലയിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? F എന്ന് പറയുന്നത് സെയിം തന്നെ ആയതുകൊണ്ട് 400 അല്ലേ. 400 N ഈക്വൽ ടു M എത്രയാണ്? 10 ആണ് അല്ലേ. 10 × V2 നമുക്ക് അറിയില്ല അല്ലേ. അപ്പോൾ V2 തന്നെ എഴുതി മൈനസ് U2 എന്ന് പറയുന്നത് എത്രയാണ്? 20 ആണ് അല്ലേ. രണ്ടാമത്തെ വസ്തുവിൻ്റെ 20/ടൈം എത്രയാണ്? 2 സെക്കൻഡ് തന്നെയാണ്. ഇനി ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിനെ ഈ 10 × V2 - 20 ഇവിടെ നിർത്തുകയാണെങ്കിൽ ഈ 2 ഇങ്ങോട്ടേക്ക് പോകും അല്ലേ. ഇവിടെ ബൈ ആയതുകൊണ്ട് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ എന്താവും? മൾട്ടിപ്ലിക്കേഷൻ അല്ലേ. 2 × എന്നാവും. അപ്പോൾ എന്ത് തോന്നുന്നു? 2 × 400 ഈക്വൽ ടു 10 × V2 - 20 എന്നായി. ഓക്കെ, 2 × 400 എന്ന് പറയുമ്പോൾ എത്രയാണ്? 800 ഈക്വൽ ടു 10 × V2 - 20 എന്നായി അല്ലേ. ഇനി ഇവിടെ V2 - 20 ഇവിടെ നിർത്തുകയാണെങ്കിലോ ഈ 10 പുറത്തേക്ക് ഇവിടേക്ക് വരുമ്പോൾ എന്താവും? ഇവിടെ ഇൻറ്റു ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ബൈ വരും അല്ലേ. അപ്പോൾ 800/10 എന്നായി ഈക്വൽ ടു V2 - 20 എന്ന് വന്നു. ഇനി 800/10 എന്ന് പറയുമ്പോൾ 80 ഈക്വൽ ടു V2 - 20. ഇനി എന്താ? V2നെ ഇവിടെ നിർത്തുക. അപ്പോൾ -20 ഇങ്ങോട്ടേക്ക് വരുമ്പോൾ എന്താവും? +20 അല്ലേ. അപ്പോൾ 80 + 20 ഈക്വൽ ടു V2, അതായത് 100 ഈക്വൽ ടു V2 അല്ലേ. V2 എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഫൈനൽ വെലോസിറ്റി ആണ് അല്ലേ. ദെയർഫോർ ഫൈനൽ വെലോസിറ്റി V2 ഈക്വൽ ടു 100 m/s എന്ന് കിട്ടി.